കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഒന്നാം പ്രതി പങ്കജിന് സന്തോഷിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രം. സംഭവം നടന്ന് 89-ാം ദിവസമാണ് 800 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നു. ഷമീർ, മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് കുറ്റപത്രത്തിൽ ഉള്ളത്? മനീഷ്, ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ കൊലപാതക കേസിലെ കുറ്റപത്രമാണ് ഇന്ന് വൈകിട്ടോടുകൂടി കരുനാഗപ്പള്ളി പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. 800 പേജുള്ള ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ഒന്നാം പ്രതി പങ്കജിന് സന്തോഷിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിൽ കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് സന്തോഷ് നേരത്തെ, അതായത് ഈ കൊല നടക്കുന്നതിന് മുമ്പ് തന്നെ പങ്കജിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. പങ്കജിന് അതിൽ മാനഹാനി ഉണ്ടാക്കി. ഇതിനെ തുടർന്നായിരുന്നു ഇതൊരു കൊട്ടേഷൻ കൊലപാതകമായി മാറുകയും സന്തോഷിനെ കുത്തി കൊലപ്പെടുത്താനായി അവർ ഒരു ആസൂത്രണം നടത്തുകയും ചെയ്തത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇവർ ബോംബും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ശേഖരിക്കുകയും ഇവരുടെ വീട്ടിലേക്ക് ബോംബെറിയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ ക്രൂരകൃത്യം അവർ നിർവഹിച്ചത്. കൃത്യമായ ആസൂത്രണം ഈ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നു. പോലീസ് ഇവരെ പിടികൂടാതിരിക്കാൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ മറ്റ് സാങ്കേതിക വിദ്യകളുടെ സഹായവും ഇവർ ഉപയോഗിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച വാളും മറ്റായുധ സാധനങ്ങളും ഒക്കെ തന്നെ പോലീസ് കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ 13 പ്രതികളാണുള്ളത്. അതായത് ഈ കൊട്ടേഷൻ സംഘത്തിലെ എല്ലാ പ്രതികളെയും ഈ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞു. അങ്ങനെ സുപ്രധാനമായ ഒരു കൊലക്കേസിൽ 89-ാം ദിവസം 800 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ്. മനീഷ്, ശരി, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് ഷമീർ.